നമുക്കിന്ന് ഉച്ചയ്ക്ക് ഇലപ്പൊതി കഴിച്ചാലോ? അതിന് ഞാനൊരു ഇല വെട്ടി വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറ്, ബീട്രൂട്ട് തോരൻ, ചൂരക്കറിയായിരുന്നു, പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ ഒരു മുട്ട പൊരിച്ചതും കൂടിയാണ് കേട്ടോ വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഇലയൊന്ന് മടക്കി കൊടുക്കാം. ഈ മടക്കുന്നതിൽ ഞാൻ അത്ര പ്രോ ഒന്നുമല്ല, ഞാനൊരു തട്ടിക്കൂട്ട് മടക്കാണ് മടക്കുന്നത്. ഇനി ഇത് ന്യൂസ് പേപ്പറിലേക്ക് നമുക്ക് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഇനി നമുക്കിത് ഉച്ചയ്ക്കത്തേനെ എടുക്കാം. ഉച്ചയ്ക്കെടുത്തപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ ഈ പൊതിക്ക്. പൊതിച്ചോറ് എൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പൂസും കുഞ്ഞാറ്റയും ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഇല തുറന്നപ്പോഴേ നല്ല മണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആ ഇല തുറക്കുന്ന മണം അടിക്കുമ്പോഴേ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ സമയം കേട്ടോ ഓർക്കുന്നത്. കാരണം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഇലപ്പൊതി കൊണ്ടുപോയിട്ടില്ല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇലപ്പൊതി കൂടുതലും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം മിക്ക ദിവസവും പൈപ്പിൽ വെള്ളമില്ലായിരിക്കും, പാത്രം കഴുകാനും കൈ കഴുകാനും. അപ്പോൾ ഇലപ്പൊതിയാണല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കൂടുതലും ഇലപ്പൊതി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നല്ല രുചിയാണ് കേട്ടോ. നമ്മൾ വെറൈറ്റി പിടിക്കാനാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇലപ്പൊതി കഴിച്ചത് കേട്ടോ.